അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. കമൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു ഒരുപാട് ബന്ധങ്ങളെ സ്ഥാപിച്ചു. അതിൽ വളരെ പ്രധാനമായ ഒന്നാണ് മാതാപിതാക്കളോടുള്ള ബന്ധമെന്ന് പറയുന്നത്. ഒരുപാട് കടമകൾ അവരോട് നമുക്കുണ്ട്. ഖുർആനും ഹദീസും ഒരുപാട് കടമകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അവർക്ക് വേണ്ടി എത്ര നന്ദി കാണിച്ചാലും മതിയാവില്ല എന്നതാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, ഇന്ന അബുവയ്യ ബലഗാ മിന്നി ഫിൽ കിബർ അന്നി അലി മിൻഹുമാ മാ വലയാ മിന്നി ഫിസ്സഗർ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് വാർദ്ധക്യമുള്ള മാതാപിതാക്കളുണ്ട്. അവർ എനിക്ക് വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ ചെയ്തതുപോലെ ഞാൻ വലുതാകുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഫഹൽ ഖളൈതു ഹഖൗമാ, അവർ രണ്ടാളോടുമുള്ള ഹക്ക് ഞാൻ വീട്ടിയോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ ഇല്ല, ഫഇന്നഹുമാ കാന യഫ്അലാനി ദാലിക വഹുമാ യുഹിബ്ബാനി ബഖാഅക. തീർച്ചയായും അവർ രണ്ടാളും നീ ചെറുപ്പത്തിലാകുന്ന സമയത്ത് നിനക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്തത് നീ ബാക്കിയാകാൻ വേണ്ടിയാണ്, നീ വളർന്നു വലുതാകാൻ വേണ്ടിയാണ്. എന്നാൽ വ അൻത തഫ്അലു ദാലിക വ അൻത തുരീദു മൗതഹുമാ, എന്നാൽ നീ ഇന്ന് അവർ വാർദ്ധക്യമാകുന്ന സമയത്ത് നീ അവർക്ക് വേണ്ടി ഗുണം ചെയ്യുന്നത് നീ അവർ മരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അഥവാ മരിക്കുന്നത് വരെയെങ്കിലും ഞാൻ അവർക്ക് ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ അവർ നിനക്ക് വേണ്ടി ചെയ്യുന്നത് നീയൊന്ന് ജീവിച്ചു കിട്ടാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരെ കുറിച്ചാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും അവർ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്നില്ല. നമ്മുടെ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും കയ്യിളക്കി വരണമെന്നാണ് ഇസ്ലാമിക മാനം. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അറിയാലോ. ഏറ്റവും വലിയ ആബിദായ മനുഷ്യനായിരുന്നു ജുറൈജ് റളിയല്ലാഹു അൻഹു. ഒറ്റക്കിരുന്നു നിസ്കരിക്കാൻ വേണ്ടി മലമുകളിൽ ഒരു ഷെഡുണ്ടാക്കി. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മഹാനവറുകൾ പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി ഉമ്മ അവിടെ വരികയും മകനെ വിളിക്കുകയും ചെയ്തപ്പോൾ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലായിരുന്നു. സുന്നത്ത് നിസ്കാരത്തിലായ ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതും മൂന്നാമതും ഉമ്മ വിളിച്ചു. പക്ഷേ ഉമ്മാക്ക് മറുപടി പറയാൻ ജുറൈജിന് കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഉമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് മകനെ ശപിക്കുകയാണ്. ലാ അമാതക്കല്ലാഹു ഹത്താ തൻദുറ ഫീ വുജൂഹിൽ മുസ്ലിമാത്ത്, നീയൊരു വ്യഭിചാരിയായ സ്ത്രീയെ കണ്ടിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് ഉമ്മ ശപിക്കുകയാണ്. അതും പറഞ്ഞ് ഉമ്മ തിരിച്ചുപോയി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം സുന്ദരിയായ ഒരു വേശ്യയായ സ്ത്രീ അദ്ദേഹത്തെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയും പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹു അത് നിരസിക്കുകയാണ് ചെയ്തത്. ഇതിൽ ദേഷ്യം പിടിച്ച ആ സ്ത്രീ മലയുടെ താഴ്വാരത്തുള്ള ആട്ടിടയനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും അതിലൊരു കുട്ടിയുണ്ടാവുകയും അത് ജുറൈജിൻ്റെതാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ ആരാധനാലയം തകർക്കുകയാണ് ചെയ്തത്. ആ സമയം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്റെ ബാപ്പ ഞാനാണോ? കുട്ടി പറഞ്ഞു, അല്ല. പിന്നെ ആരാണ്? ആട്ടിടയനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ബാപ്പ എന്ന് പറഞ്ഞു. ഇത് കേട്ട നാട്ടുകാർ അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തി. പക്ഷേ ജുറൈജിനറിയാമായിരുന്നു ഇതെൻ്റെ ഉമ്മയോട് ചെയ്തതുകൊണ്ടുള്ള, ഉമ്മ ശപിച്ചതുകൊണ്ട് അള്ളാഹു തന്ന ശിക്ഷയാണ് എന്ന് മഹാനവറുകൾക്കറിയാമായിരുന്നു. സഹോദരങ്ങളെ, എത്ര വലിയ മഹാനായാലും ആബിദായാലും നമ്മുടെ ഉമ്മയെ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ അനന്തരഫലം വളരെ പ്രയാസത്തിലായിരിക്കും. അതാണ് ഈ ചരിത്ര സംഭവം നമ്മളോട് പറഞ്ഞു തരുന്നത്. പലപ്പോഴും നമ്മുടെ ഉമ്മമാർ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ കഴിയാറില്ല. അവരുടെ തൃപ്തി നമ്മളിൽ ഉണ്ടാകണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഹത്തുല്ലാഹി ഫീ സഹത്തിൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ കോപം എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസ അന്നമൻ ബർറ വാലിദൈഹി വ അഖ്നി ഖതബതുഹു ബാറ, ആരെങ്കിലും തൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയും എനിക്കെതിര് പ്രവർത്തിക്കുകയും ചെയ്താൽ അവനെ ഞാൻ ഗുണവാന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുന്നതാണ്. എന്നാൽ വമൻ ബർറനി വ അഖ വാലിദൈഹി ഖതബതുഹു ആഖ, ആരെങ്കിലും എനിക്ക് ഗുണം ചെയ്യുകയും അവൻ്റെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്താൽ അവനെ ഞാൻ ശിക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയാൻ. ഇന്ന് നാം അവർക്ക് സേവനം ചെയ്യേണ്ടതിന് പകരം അവർ നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സേവനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാർക്ക് സേവനം ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൻ അഹഖുന്നാസി ബിഹുസ്നി സഹാബത്തി, ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്, നല്ലത് പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഖാല ഉമ്മുക, നിൻ്റെ ഉമ്മയോടാണ് എന്നാണ്. അങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഉമ്മുക എന്നാണ്. 4ാമത് ചോദിച്ചപ്പോഴാണ് നിൻ്റെ ബാപ്പയോട് എന്ന് പറഞ്ഞത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉമ്മയുടെ മഹത്വത്തെക്കുറിച്ച്. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതുഹു ഉമ്മുഹു കുർഹ വവളഅതുഹു കുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ഞാൻ ജനങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. കാരണം ഹമലതുഹു ഉമ്മുഹു കുർഹ, അവൻ്റെ ഉമ്മ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഗർഭം ചുമന്നത്. വവളഅതുഹു കുർഹ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രസവിച്ചതും. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, അവൻ്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി 30 മാസക്കാലമായിരുന്നു എന്ന് ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഉമ്മയെ നോക്കിയവർക്ക് അള്ളാഹു സ്വർഗം നൽകുന്നത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മയെ നാം പൊന്നുപോലെ നോക്കണം. ചില ആളുകളുടെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല, എന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് നന്മ ചെയ്യാൻ കഴിയണം. മഹാനായ അബൂ ഉസൈദ് മാലിക് ഇബ്നു റബീഅത്തു സായിദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ് ജാഅഹു റജുലുൻ മിൻ ബനി സലമ, ബനു സലമയിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ജീവിതകാലത്ത് ഒരുപാട് നന്മകൾ ചെയ്ത നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഹക്കുണ്ടോ, ബാധ്യതയുണ്ടോ എന്ന്, ആ മാതാപിതാക്കൾക്ക് നാം എന്തെങ്കിലും ചെയ്തു കൊടുക്കണമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നഅം, ചെയ്തു കൊടുക്കണം. എന്തൊക്കെയാണ്? 5 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ. 1, അസ്സലാത്തു അലൈഹിമ, അവർ രണ്ടാളുടെ മേലും നിസ്കരിക്കണം. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ദുആ ചെയ്യണം അവർക്ക് നല്ല രീതിയിൽ. അതിന് മരിക്കുന്നതിന് മുമ്പേ നമ്മൾ നിസ്കാരം പഠിക്കണം, മയ്യത്ത് നിസ്കാരം പഠിക്കണം. അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്. അവർക്ക് വേണ്ടി നിസ്കരിക്കണം. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യണമെന്നാണ്. 2ാമത് പറഞ്ഞത് വൽ ഇസ്തിഗ്ഫാർ ലഹുമ, അവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് പാപമോചനം നടത്തണം. അള്ളാഹുവെ പുറത്തു കൊടുക്കണേ, അവരുടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അതേപോലെ തന്നെ 3ാമത് വ ഇൻഫാദു അഹദിഹിമ മിൻ ബഅദിഹിമ, അവർ രണ്ടാളും മരിച്ചതിന് ശേഷം അവർ രണ്ടാളുടെയും കരാറുകൾ നടപ്പിൽ വരുത്തി കൊടുക്കണം. അവർ എന്തെങ്കിലും കരാറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളൊരു പാവപ്പെട്ട ആളുകളോട് എന്തെങ്കിലും നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അത് നിർബന്ധമായ കാര്യമല്ലെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവർ എന്തെങ്കിലും നടത്താൻ വേണ്ടി വിചാരിച്ച കാര്യങ്ങളൊക്കെ അത് നടത്തി കൊടുക്കണം. അതേപോലെ തന്നെ വസിലത്തു റഹിമില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമ, അവർ രണ്ടാളോടും ബന്ധം കാണിക്കാത്ത കുടുംബ ബന്ധം ചേർത്ത് കൊടുക്കണം. മാതാപിതാക്കൾ ആരോടെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ
അവിടെ പോയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബബന്ധം ചേർക്കണം. അവസാനം 5-മത് പ്രവാചകർ പറയാണ്, വ ഇക്റാമു സദീഖിഹിമ, അവർ രണ്ടാളുടെയും കൂട്ടുകാരെ നിങ്ങൾ ബഹുമാനിക്കണം. മുസ്ലിമാകട്ടെ അവരോടൊപ്പം കഴിഞ്ഞ ആളുകളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അതൊക്കെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.